ഇവിടെ റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നോ? എന്റെ ചേച്ചി. ഓക്കെ, നമ്മുടെ കോളേജിൽ റേഡിയോ സ്റ്റേഷനുള്ള കാര്യം അറിയാമോ? RVS എന്നാണ് അതിന്റെ പേര്. അത് കേൾക്കാറുണ്ടോ? എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. സൂപ്പറാണ്. ടീച്ചേഴ്സിനെയൊക്കെ വിളിക്കാറുണ്ട്, ടീച്ചേഴ്സിന്റെ സ്പീച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അവരാരെങ്കിലും നമ്മുടെ റേഡിയോ സ്റ്റേഷനിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? അബ്ദുവിനെ പറ്റി കുറച്ചും കൂടെ പറയാൻ പറ്റുമോ? അടിപൊളിയാണ്. അബ്ദുവിന് എന്തെങ്കിലും പ്രത്യേക ടാലന്റ് ഉണ്ടോ? ടാലന്റ് സംസാരിക്കാൻ, സ്പീച്ചൊക്കെ നന്നായിട്ട് പറയും. ഓക്കെ, നമ്മൾ അബ്ദുവിനെ എന്തായാലും നമ്മൾ RVSൽ കൊണ്ടുവരുന്നുണ്ട്. സോ താങ്ക് യു നൈഫ. നൈഫ അല്ലേ? താങ്ക് യു നൈഫ. പേരെന്താ? അഖിൽ. ഇവിടെ രാജീവിലൊരു റേഡിയോ ഉള്ള കാര്യം അറിയാമോ അഖിലിന്? അറിയാം. അതിനെ പറ്റി എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, നല്ല അഭിപ്രായം. ലൈക്ക് അത് എന്റർടൈൻ ചെയ്യാറുണ്ടോ? ഇല്ല, കുറച്ച് ബോറ. എന്നോട് സംസാരിക്കില്ലേ മോളെ? ഓക്കെ, കുറച്ച് ബോറാണ്. നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഗൈസ്. ചേട്ടാ. ഹലോ. ചേട്ടൻ്റെ പേര്? അരുൺ. ഇന്ന് എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടമൊക്കെ? ചേട്ടൻ ഞങ്ങളുടെ റേഡിയോ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. എന്തെങ്കിലും സജഷൻസ് വല്ലതും ഉണ്ടോ? ലൈക്ക് ടൈമോ വോയിസോ ക്ലാരിറ്റിയോ അങ്ങനെ എന്തെങ്കിലും? വോയിസ് ക്ലാരിറ്റി ഇച്ചിരി കുറവാണ് ശബ്ദത്തിൽ. ബാക്കി അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. ഹായ്, എൻ്റെ പേര് കാർത്തിക്. എൻ്റെ പേര് അൻസര, അനീറ്റ, ടീന, ഭദ്ര, ദീപിക. നമ്മുടെ കോളേജിലൊരു FM സ്റ്റേഷൻ, റേഡിയോ സ്റ്റേഷൻ ഉണ്ട്. അത് കേൾക്കാറുണ്ടോ? എന്താ നമ്മുടെ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ അത് കേട്ട് എൻജോയ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം. താങ്ക് യു ഫോർ ദാറ്റ്. ഞാൻ അതിലൊരു RJ ആണ്. RJ അപ്പുക്കുട്ടൻ എന്നാണ് എൻ്റെ റേഡിയോ നെയിം. പിന്നെ നമ്മൾ ഏതെങ്കിലും പാട്ടായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സജഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ? കുഴപ്പമില്ല, പറഞ്ഞോ, ഓപ്പണായിട്ട് പറഞ്ഞോ. വി നോ ദാറ്റ് വി നോട്ട് പെർഫെക്റ്റ്. നിങ്ങൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. ദാറ്റ് മീൻസ് വി ആർ പെർഫെക്റ്റ് ആൻഡ് ഓക്കെ. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും RVSൽ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ RVSലൂടെ കോളേജിനെ എല്ലാവരും അറിയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ? ആണോ? അതൊക്കെ RJ ആവാൻ താല്പര്യമുണ്ട്. അങ്ങനെ അതെന്തായാലും നമ്മൾ അപ്രോച്ച് ചെയ്യണം. നമ്മുടെ മെയിൽ ID ഇൻസ്റ്റാക്ക് ഉണ്ട്, അതിലൂടെ അപ്രോച്ച് ചെയ്യാം. പിന്നെ അല്ലാണ്ട് ഷോയിലൊരു ഗസ്റ്റായിട്ട് ലൈക്ക് ടാലൻറ്റഡ് ആയ ഒരാൾ രാജേരി മൊത്തം അവരറിയണം, അങ്ങനെ എന്തായാലും ആരെങ്കിലും ടീച്ചേഴ്സ് സ്റ്റുഡൻസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ക്ലാസ്സിൽ ചോദിച്ചു നോക്കാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പം അറിയുന്ന? ടീച്ചേഴ്സ് ആയാലും പറയില്ല, സ്റ്റുഡൻസ് ആയാലും ഓക്കെ. പറഞ്ഞാൽ മതി. കോൺടാക്ട് us through. താങ്ക് യു. ഹലോ, രാജഗിരിയിലൊരു RJ ഉള്ള കാര്യം അറിയാമോ? കേൾക്കാറുണ്ട്. ഓക്കെ, നിങ്ങളുടെയൊക്കെ പേര് പറയും? വർഷ, അമ്രീൻ, സാധ്യ. സോ ഇനി ഞങ്ങൾ റേഡിയോയിൽ നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ ഇടയ്ക്കാണെങ്കിൽ, അപ്പം എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടോ RVSൽ? ഞങ്ങൾ ഇടുന്നതുകൊണ്ട് ലൈക്ക് അപ്പം എല്ലാവരും ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാവില്ല, അപ്പം ഫുള്ള് കേൾക്കാൻ പറ്റാറില്ല. ഓക്കെ. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ആർക്കെങ്കിലും ലൈക്ക് RJ ആയിട്ട് രാജഗിരിയുടെ വോയിസ് ആയിട്ട് വരാൻ ടാലൻ്റ് ഉള്ളവരുണ്ടോ? അല്ല അറിയില്ല. Like he seems interested in all these kind of stuff. Joseph Sunny എന്ന് പറഞ്ഞിട്ട്. സോ ഇവരുടെ ക്ലാസ്സിൽ നിന്ന് ജോസഫ് സണ്ണി ഉണ്ട്. RJ ആവാൻ ബെസ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. സോ വി വിൽ ഗീവ് എ ഓപ്പർച്യൂണിറ്റി ഫോർ ഹിം. താങ്ക് യു ഗൈസ്. ഓക്കെ, ഹായ്, എന്താ പേര്? ജോർഡൻ. ഏതാ ബാച്ച്? BBA ഫസ്റ്റ്. ഓക്കെ, നമ്മുടെ കോളേജിൽ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, അറിയോ? കേൾക്കാറുണ്ടോ? എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? അടിപൊളി. ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒന്നുമില്ല, എല്ലാം പൊളി. നിന്റെ ക്ലാസ്സിൽ അപ്പോൾ നിന്റെ പേരെന്താ? ജോർഡൻ അല്ലേ? ഓക്കെ, നിന്റെ ക്ലാസ്സിൽ ഭയങ്കര ടാലന്റഡ് ആണ്, ഇവൻ എന്തായാലും ഒരു ഷോയിൽ പുറത്തുകൊണ്ട് എത്തിക്കണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? പേര് പറഞ്ഞേ. അത് ശിവറാം. ശിവറാം അവിടെ
അവനെ നമ്മൾ പൊക്കിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ RJ പരിപാടിയിൽ അവനെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. പിന്നെ ഓക്കെ, സോ ഈ വീഡിയോ നമ്മൾ ഇൻസ്റ്റയിൽ കാണും. ഫോളോ ചെയ്യുന്നുണ്ടോ നമ്മുടെ ഇൻസ്റ്റാ പേജ്? ഒന്ന് കാണിച്ചേ. കുഴപ്പമില്ല, ഫോളോ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഹായ്, പേരെന്താ? ഏഞ്ചലീന, അൽന, ക്ലാസ് BSc സൈക്കോളജി. സൈക്കോളജി. ഇവിടെ രാജഗിരിയിൽ ഒരു റേഡിയോ ഉള്ള കാര്യം അറിയാമോ? അറിയാം, കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാ. അടിപൊളിയാണ്. എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും? സജഷൻസ് ഒന്നുമില്ല. അടിപൊളിയാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും ലൈക്ക് റേഡിയോയിൽ വരാൻ ടാലന്റ് ഉള്ളവരാണെന്ന് തോന്നാറുണ്ടോ? ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ RJ ചെയ്യാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും? കുറേ പേരുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ കുറേ പേരുണ്ടെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എന്താണെങ്കിലും BSc അല്ലേ, BSc സൈക്കോളജി ഫസ്റ്റ് ഇയറിൽ പോയി നമ്മൾ ടാലൻസിനെ കണ്ടുപിടിക്കേണ്ടി വരും. കുറേ പേരുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഷുവർ ആയിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യണതായിരിക്കും. താങ്ക് യു സോ മച്ച്. സോ ഹായ്, എന്താ പേര്? നിക്കിത. നിക്കിത. ഏതാ ക്ലാസ്? ബികോം. ഞാൻ ബികോം സെക്കൻഡ് ഇയർ, മോഡൽ 2 ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ഉറപ്പാ? ഓക്കെ. സോ നമ്മുടെ കോളേജിലൊരു FM സ്റ്റേഷൻ, റേഡിയോ സ്റ്റേഷൻ ഉണ്ട്. കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞാൽ പൊളിയാ. ഇറ്റ്സ് ടു ഗുഡ്. കാരണം നമ്മൾ എന്താ ക്ലാസ്സൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ബോറടിച്ചില്ല, ലഞ്ച് വെറുതെ ഇരിക്കുമായിരിക്കും, ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം ആ സമയത്ത് കേൾക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ് തിങ്. സോ So thank you for that. keep doing it. Yeah, sure, we'll continue that. So do you have any suggestions for us? So like ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ? യെസ്, വോളിയൂം ഇടയ്ക്ക് ലോ ആയി പോകാറുണ്ട്. സോ അത് കുറച്ചുകൂടെ ഒന്ന് ഹൈപ്പാക്കണം എന്ന്. ഓക്കെ, ലൈക്ക് ദാറ്റ്സ് എ ടെക്നിക്കൽ എറർ. ഞങ്ങൾ കുറേ വട്ടം പറയുന്നുണ്ട്, അത് ചില സമയത്ത് ഒരു ടെക്നിക്കൽ എറർ വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിൽ ട്രൈ അവർ ബെസ്റ്റ്. വേറെ എന്തെങ്കിലും? No, nothing else. സോ നിക്കിത, റൈറ്റ്? നിക്കിതയുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ലൈക്ക് ദേ ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ്, ദേ ഷുഡ് ബി പുട്ട് ഓൺ എ റേഡിയോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാനുണ്ടല്ലോ. ഓക്കെ. സോ ലൈക്ക് ഓക്കെ നിക്കിത, യു വിൽ ഡെഫിനറ്റ്ലി ബി ഓൺ അവർ ഷോ. ഒരു ദിവസം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ഫോർ എ കോൾ. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഈ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ? ലൈക്ക് കമോൺ, ടേക്ക് എ ഫോൺ കമോൺ. ഓക്കെ, കുഴപ്പമില്ല. സോ ഹായ്, നമ്മുടെ കൂടെ ഉള്ളത് മിസ് അയന ജോണി. മാം സുഖമല്ലേ? നമ്മുടെ കോളേജിലൊരു RJ പരിപാടി ഉണ്ട്. മിസ് കേൾക്കാറുണ്ടല്ലോ അല്ലേ? നേരത്തെ ഇൻ്റർവെല്ലിന് രാവിലത്തെ ഇൻ്റർവെല്ലിൽ ശരിക്കും കേൾക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചിന് പോകുന്ന ടൈമാണ്, ഇടയ്ക്ക് മിസ് ചെയ്യും. എന്നാലും മിസ് കുഴപ്പമില്ല, മിസ് കേൾക്കാറുണ്ട്. മിസ് നമ്മുടെ പരിപാടിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ മിസ്സിന് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ? പരിപാടി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മോർ പാർട്ടിസിപ്പേഷൻ ഫ്രം അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു BBA അല്ലെങ്കിൽ കുറച്ച് ഫാക്കൽറ്റി ആയിട്ട് നിൽക്കരുത്. മോർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആൾക്കാർ, പിന്നെ നമുക്കിവിടെ ടീച്ചിങ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 years ഒക്കെ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചും കൂടി കളർഫുള്ളാവും. അത് നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് മാം. നമ്മുടെ RGEMS എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതായത് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാവരെയും, നമ്മുടെ കോളേജിലുള്ള ലൈക്ക് ടാലൻറ്റഡായ എല്ലാ ടീച്ചേഴ്സിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും RJ, കോണ്ടന്റ് റൈറ്റേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ RJ പരിപാടിയിലേക്ക്. സോ യാ, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ മാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? വേറെ എനിക്കങ്ങനെ പോയിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികൾ, പിന്നെ സജഷൻസ്, തോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്യാം. എനിക്ക് തോന്നണം ആ മെയിൽ ID കുറച്ചും കൂടെ പബ്ലിസിറ്റി കൊടുക്കുക. നിങ്ങളുടെ R-Wavesൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഇതിലൊക്കെ ആയിട്ട് ഒന്ന് പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പാർട്ടിസിപ്പേഷൻ ആയിരിക്കും, ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ് ആയിരിക്കും. പിന്നെ ജസ്റ്റ് ഐഡൻറ്റിഫൈ പ്ലേസസ് വെയർ സ്പീക്കേഴ്സ് ആർ നോട്ട് ദെയർ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ മെസ്സിലിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ടീച്ചേഴ്സും അത് കേൾക്കുന്നില്ല. ഓക്കെ മാം, താങ്ക് യു ഫോർ യുവർ സജഷൻ. ഇപ്പോൾ എടുക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് മിസ്സാണ്, മിസ് ദേവി. മിസ്സേ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാണ് മിസ് ദേവി, ഞങ്ങളുടെ ഏറ്റവും ബിലവഡ് പ്രിയപ്പെട്ട ടീച്ചറാണ്, മൈ പേഴ്സണൽ ഫേവറേറ്റ് ടീച്ചർ. മിസ്, നമ്മുടെ കോളേജിൽ ഒരു റേഡിയോ ഉണ്ടല്ലോ, അത് മിസ് കേൾക്കാറുണ്ടോ? എന്താണ് അഭിപ്രായം? നല്ലതാണ്, വളരെ കണ്ടന്റ് ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൂടി ഓപ്പർച്യൂണിറ്റി കൂടുതൽ ചെയ്യുന്നുണ്ട്. RGEMS, ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ, നല്ലതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. പിന്നെ ഏതെങ്കിലും സജഷൻ ഉണ്ടോ എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്നായിട്ട്, എങ്ങനെ എന്തെങ്കിലും? നിങ്ങൾക്ക്
കുറച്ചും കൂടി നമ്മുടെ കോളേജിൻ്റെ ന്യൂസസ് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഓക്കെ അപ്കമിങ് ഇതാണെന്ന് മനസ്സിലാവും, കറണ്ട് അഫെയർ ഇതാണെന്ന് മനസ്സിലാവും, അങ്ങനെ കുറച്ചുകൂടി ശരി. താങ്ക് യു മാം, താങ്ക് യു ഫോർ സജഷൻ. ഓക്കെ ഗായ്സ്, നമ്മുടെ രേവതി മിസ്സിൻ്റെ അടുത്ത് റേഡിയോൻ്റെ എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സോ ലെറ്റ്സ് വാച്ച്. ഹായ് 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 ഹായ്. ഇതാണ് മിസ് രേവതി. ഫോർ ദോസ് ഓഫ് യു ഡോണ്ട് നോ, ഞങ്ങളുടെ RJയുടെ ഫുൾ ഹെഡാണ്. സോ മാം, RJ പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കുട്ടികളെല്ലാം വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ ഞാൻ പ്രതീക്ഷിച്ചതിലും നന്നായിട്ടാണ് പോകുന്നതെല്ലാം. നമ്മൾ ഏതെങ്കിലും പാട്ടിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ മാം? നമ്മുടെ സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ നന്നായാൽ കൊള്ളായിരുന്നു. അതുകൊണ്ട് കണ്ടന്റ് റൈറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്നുണ്ട് ഇനിയും. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ജോയൽ അതൊക്കെ അടിപൊളിയായിട്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ജോയലിനൊരു ഹെൽപ്പിന് ആരെങ്കിലും വിളിക്കാം. കണ്ടന്റ് റൈറ്റേഴ്സ് So we are inviting RJs, content writers, script writers, assistant cameramen from all departments. So just messages if you are interested. നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പ്രീതി മിസ്സിൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ പ്രീതി മിസ്സാണ് ഗൈസ്. മിസ്, ഞങ്ങൾ RVSൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ വന്നതാണ്. അപ്പം മിസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ട്, കേൾക്കാറുണ്ട്. എന്താണ് മിസ്സിൻ്റെ ഒരു അഭിപ്രായം? Yeah, it's good that students are taking the initiative for all these new creative things and all. That is good. ഓക്കെ മാം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ലൈക്ക് റേഡിയോയിൽ ഞങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? Yeah, maybe you can play the songs and all in the afternoon time. Maybe somebody who can sing, that will be too good. So the singers, they can come and then sing the songs live. And then I think you can ask the notice board, the panel and the Skype is there, no? So there you can actually club with them, and then whatever the programs are coming up, you can put that. And with the radio, you can contact programs, these kinds of surveys with the students. That will all work out, I think. Otherwise it's all good. ദാറ്റ്സ് ആക്ച്വലി വെരി നൈസ് ഐഡിയ. നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ മാമാണ് നമ്മുടെ ഇവിടുത്തെ ക്ലോത്ത് ഡ്രൈവിൻ്റെ ഹെഡ്. സോ അതെങ്ങനെ പോകുന്നു മാം? Cloth drive is going really well. It is going good. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു മാം. BBLS സകല കലാവല്ലഭന്മാരായ ലിബിനും അലനുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലിബിനും അലനും RVSൻ്റെ വലിയ ഫാൻസാണ്. അവരെ നമ്മൾ RGEMSൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനിരുന്നതാണ്. പക്ഷേ അവരുടെ ടാലൻറ്റിന് അത് പോരാത്തതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാഞ്ഞത്. അലൻ, റേഡിയോനെ പറ്റിയുള്ള നിന്റെ വിലയേറിയ അഭിപ്രായം ഞങ്ങളുമായിട്ട് പങ്കുവെക്കാമോ? സത്യം പറഞ്ഞാൽ ഞാൻ കേൾക്കാറില്ല. ഞാൻ എൻ്റെ പണി നോക്കി നടക്കാറാണ്. അലൻ സത്യം പറഞ്ഞു ഗൈസ്, ആദ്യമായിട്ട്. ഓക്കെ അലൻ. ലിബിൻ പറയൂ. ലിബിൻ, നല്ലൊരു പ്രോഗ്രാമാണ് RVS. അതെ. കാർത്തിക്, അതെ, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ്? എല്ലാം ഒന്നിനൊന്ന് മെച്ചം. പണ്ടേ ഫാനായിരുന്നു ഗൈസ്. താങ്ക് യു സോ നമ്മൾ കുറേ പേരുടെ അടുത്തൊക്കെ ചോദിച്ചു, കുറേ സജഷൻസ് കിട്ടി. അതെ, ഇപ്പോൾ തൽക്കാലം ബെല്ലടിച്ചു കഴിഞ്ഞ് ക്ലാസ്സിൽ കയറാൻ ടൈമായി. സോ അൻറ്റിൽ ദ നെക്സ്റ്റ് വ്ലോഗ്, ഗുഡ് ബൈ. ഗുഡ് ബൈ.